ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ അങ്ങനെ തുടരുകയാണ്. യാതൊരു ദയാദാക്ഷിണ്യവുമില്ല. അതീവ മൃഗീയമായി തുടരുന്ന ഒരു വാർത്ത. വീണ്ടും ഒരു ഹിന്ദു യുവാവിനെ തീയിട്ട് കൊന്നിരിക്കുന്നു. കോക്കൻ ചന്ദ്രദാസ് ആണ് കൊല്ലപ്പെട്ടത്. ചന്ദ്രദാസിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ആ ശരീരത്തിൽ തീയിട്ട് കൊലപ്പെടുത്തുകയാണ്. പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു മൃഗീയതയാണ്, എന്തൊരു ക്രൂരതയാണ്. എന്തായാലും ഈ ആക്രമണം ഉണ്ടായത് ഷരിയാത്പൂരിലാണ്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് എത്തുന്നുണ്ട്. ഐസൻ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഈ ബംഗ്ലാദേശിലെ ഈ കാടത്തത്തിന് ഒരു അവസാനമില്ലേ? എങ്ങനെയാണ് ഈ യുവാവ് ആക്രമിക്കപ്പെട്ടത്? ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഐസൻ. അശ്വതി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മരിച്ചു എന്ന അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം ഉണ്ടാകുന്നത്, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, ഒരു മരുന്ന് കട നടത്തുന്ന ഒരാളാണ്, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പലതരത്തിൽ പലയിടങ്ങളിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കുത്തേറ്റ് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ശേഷം ഗുരുതരമായി പരിക്കേറ്റ ഒരവസ്ഥയായിരുന്നു. അതായത് വയറിലും അതുപോലെ തന്നെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലും കുത്തേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ആക്രമണം നടത്തിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ഈ ആക്രമികൾ എന്നതാണ് ഏറെ ഗൗരവമേറിയൊരു വിഷയം. അതായത് ഏത് വിധേനയും ഒരു കയ്യിൽ കിട്ടിയ ഒരാളെ കൊന്നുകളയുക എന്നൊരു ലക്ഷ്യമായിരുന്നു അവിടെയുള്ള ഒരു ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള ഈ സംഘടനകളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കൂട്ടം ചെയ്തു കൂട്ടിയത്. ഈ കുത്തിക്കൊലപ്പെടുത്താനും അതുപോലെ തന്നെ തീ കത്തിക്കാനും ശ്രമിച്ചതിന് പിന്നാലെ ഇദ്ദേഹം തന്നെ സ്വയരക്ഷയ്ക്കായി തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടി. അവിടെ നിന്ന് നാട്ടുകാരെല്ലാം തന്നെ ഇടപെട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയത്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെ ഗുരുതരമായ പരിക്കുകൾ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട്. പൊള്ളലേറ്റതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. നേരത്തെ അശ്വതി ചോദിച്ച വിഷയം അതീവ ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അതായത് ഡിസംബർ മാസത്തിൽ മാത്രം ഇപ്പോൾ 2 ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ആക്രമണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നത് മറ്റൊരു ഗുരുതരമായ സ്വഭാവത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ നിരോധനം എടുത്തു മാറ്റുന്ന ഒരു നീക്കം മുഹമ്മദ് യൂനുസ് സർക്കാരിൻ്റെ താൽക്കാലിക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും സ്വാഭാവികമായും ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ ഈ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തു. അല്പസമയം മുമ്പാണ്, അതായത് ഇന്നലെ വൈകുന്നേരത്തോടെ, അതായത് ജനുവരി 31 വൈകുന്നേരത്തോടെ ഷെയ്ഖ് ഹസീനയുടെ ഒരു പരാമർശം പോലും പുറത്തു വന്നിരുന്നു. ഇരുട്ടിലേക്ക് നയിക്കുകയാണ് മുഹമ്മദ് യൂനുസ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ എന്ന് തന്നെയാണ് മുൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട് ഭാരതത്തിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പരാമർശിച്ചത്. അത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ നിരോധനം മാറ്റുകയും നിരവധി ഭീകര സ്വഭാവമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ തുറന്നുവിടുകയും ചെയ്തതോടെ ആ രാജ്യത്തെ ഒരു സാമൂഹ്യ സുരക്ഷിതാവസ്ഥ പൂർണ്ണമായും തകരുകയും എന്തതിക്രമവും ഭീകര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരർക്ക് ചെയ്തു കൂട്ടാമെന്ന ഒരു മൗനാനുവാദം നൽകിയതിൻ്റെ സമാനമായ ഒരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഹിന്ദുക്കൾക്കെതിരെയും ബുദ്ധ വിഭാഗങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്കെതിരെയും ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ നമ്മുടെ ഭാരതം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് ഭാരതം ഈ ബംഗ്ലാദേശിന്റെ ഇത്തരത്തിലുള്ള ഈ കാടത്ത സ്വഭാവത്തെ നോക്കിക്കാണുന്നത്? ഐസൻ. തീർച്ചയായും അശ്വതി, അതീവ ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെയാണ് ഭാരതം ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത്. നേരത്തെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തെ അതിശക്തമായി ഭാരതം എതിർക്കുകയും ചെയ്തിരുന്നു. അത് ഭാരതത്തിൻ്റെ നയതന്ത്ര തരത്തിലുള്ള എതിർപ്പ്, അതായത് നയതന്ത്ര വക്താക്കളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് കൃത്യമായി ഇക്കാര്യത്തെ എതിർത്തിരുന്നു. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ശക്തമായി നിർദ്ദേശം നൽകുകയും ചെയ്തു. ശക്തമായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ, അത് ആദ്യത്തെ 1ാമത്തെ കൊലപാതകമായാലും 2ാമത്തെ കൊലപാതകമായാലും ഒരു ആൾക്കൂട്ട ആക്രമണം, അതായത് ക്രൂരമായ മർദ്ദനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് പ്രാചീന കാലത്തൊക്കെ നടന്നിരുന്ന ഏറ്റവും ക്രൂരമായ മർദ്ദനങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഈ ആൾക്കൂട്ടം മർദ്ദിക്കുന്ന ഒരു രീതിയാണുള്ളത്. പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാകാത്ത ഒരു നീക്കമാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഭീകരരുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് ബംഗ്ലാദേശിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് തന്നെ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് തുടർച്ചയാവുകയാണ്. 3-ാം ദിവസവും 3ാമത്തെ തവണയും ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിലായി അല്ലെങ്കിൽ മരണത്തോട് മല്ലിടുന്ന ഒരു സാഹചര്യത്തിലേക്കായി എന്നാണ്. അത് തന്നെയാണ് വളരെ മൃഗീയമായൊരു ഒരു കാടത്തം നിറഞ്ഞ നടപടിയാണ് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള ആക്രമണം ഇങ്ങനെ തുടരുകയാണ്. ഐസറാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഐസർ.